ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന പേര് ഇപ്പോൾ ഒരു പക്ഷേ കേരള രാഷ്ട്രീയത്തിന് സുപരിചിതമാണ്. ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരും വ്യക്തിയുമായിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മ ചുരുങ്ങിയ കാലം കൊണ്ട് മാറിക്കഴിഞ്ഞു. ഒരു പക്ഷേ ഏതാണ്ട് 2 മാസം മുൻപ് വരെ CPIയുടെ പത്തനംതിട്ടയിലെ ഒരു പ്രാദേശിക നേതാവും അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗവും എന്ന നിലയിൽ മാത്രം അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ എങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. അവര് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവും ഒക്കെയാണ്. അതിലുപരിയായിട്ട് അവർ കേരളത്തിൽ രാഷ്ട്രീയ തലത്തിൽ തന്നെ പൊതുസമൂഹത്തിൽ തന്നെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നേതാവായിട്ട് മാറിയിരിക്കുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. CPIയിൽ നിന്നുമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ രാഷ്ട്രീയം തുടങ്ങുന്നത്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ പള്ളിക്കൽ ഡിവിഷനിൽ നിന്നും CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് 5000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുകൊണ്ട് ശ്രീനാദേവി കുഞ്ഞമ്മ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ട് മാറി. എന്നാൽ പിന്നീട് അന്നു മുതൽ തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് തനിക്കെതിരെ വലിയ രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടായി, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ തനിക്ക് നേരിടേണ്ടി വന്നു എന്നാണ് അടുത്തിടയ്ക്ക് ശ്രീനാദേവി കുഞ്ഞമ്മ തുറന്നു പറഞ്ഞത്. പാർട്ടിയുടെ അന്നത്തെ പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന AP ജയൻ, അദ്ദേഹത്തിൽ നിന്നും വളരെ മോശമായിട്ടുള്ള പല അനുഭവങ്ങളും തനിക്ക് ഉണ്ടായി. വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനെതിരെ ശ്രീനാദേവി കുഞ്ഞമ്മ പലതരത്തിലുള്ള പരാതികൾ കൊടുത്തു. ഒപ്പം തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അഴിമതി, അതിന്റെ തെളിവുകൾ സഹിതം പാർട്ടിക്ക് പരാതി കൊടുത്തു. പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് അത് അന്വേഷിക്കുകയും അത് ശരിയാണെന്ന് കണ്ടെത്തി AP ജയനെതിരെ നടപടി സ്വീകരിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. ഇത് ശ്രീനാദേവി കുഞ്ഞമ്മയോടുള്ള ദേഷ്യം, പകയൊക്കെ തന്നെ ഇരട്ടിയാകാൻ കാരണമായി. അങ്ങനെ ജയൻ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ നിരന്തരം പാർട്ടിക്കുള്ളിൽ നിന്നും പ്രവർത്തിച്ചു. ഒടുവിൽ അവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് തിരിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിൽ വളരെ വലിയ അനുഭവങ്ങൾ തനിക്ക് പാർട്ടിയിൽ നിന്നും, തിക്തമായ അനുഭവങ്ങൾ പാർട്ടിയിൽ നിന്നും ഉണ്ടായി എന്ന് പാർട്ടി ഇപ്പോൾ അടുത്തിടയ്ക്ക് അവർ പാർട്ടിയിൽ നിന്നും രാജിവെച്ച ശേഷം മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രതികരിച്ചു. നവംബർ 3-ാം തീയതിയാണ് അവര് CPIയിൽ നിന്നും രാജിവെക്കുന്നത്. കുറച്ചു കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവര് മറ്റൊരു പാർട്ടി തെരഞ്ഞെടുത്തപ്പോൾ അത് കോൺഗ്രസ് പാർട്ടിയിലേക്കാണ് വന്ന് ചേർന്നത്. പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ടിക്കറ്റിൽ പത്തനംതിട്ടയിലെ അതേ ഡിവിഷനിൽ, പള്ളിക്കൽ ഡിവിഷനിൽ നിന്നും ശ്രീനാദേവി കുഞ്ഞമ്മ മത്സരിക്കുകയും അവിടുന്ന് വിജയിക്കുകയും ചെയ്തു. ഏതാണ്ട് തുടർച്ചയായിട്ട് 20 വർഷം CPM അല്ലെങ്കിൽ CPI അല്ലെങ്കിൽ LDF വിജയിച്ചിരുന്ന ഒരു വാർഡായിരുന്നു പള്ളിക്കൽ ഡിവിഷൻ. അവിടെ ആദ്യമായിട്ടാണ് UDF വിജയിക്കുന്നത്. LDFന് വേണ്ടിയിട്ടും UDFന് വേണ്ടിയിട്ടും ആ വാർഡ് വിജയിച്ച ഒരു സ്ഥാനാർത്ഥിയായിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മ മാറിയപ്പോൾ അവർക്ക് ആ ഡിവിഷനിലുള്ള ഒരു ജനസ്വാധീനം എത്രത്തോളമാണ്, പാർട്ടി മാറിയിട്ട് പോലും അവർ വിജയിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ ജനസ്വാധീനം, അവർക്ക് ജനങ്ങൾക്കിടയിലുള്ള ഒരു പിന്തുണ എത്രത്തോളമാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പാർട്ടിയിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ തുറന്നു പറഞ്ഞുകൊണ്ടാണ് അവർ പാർട്ടി വിട്ടത്. പാർട്ടിക്കുള്ളിൽ ഒരു പോരാട്ടം നടത്തി, പാർട്ടിയിലെ അഴിമതിക്കും ഒക്കെ തന്നെ അതിനെതിരെയൊക്കെ തന്നെ ശക്തമായ ഒരു പോരാട്ടം നടത്തിക്കൊണ്ട് പുറത്തു വന്ന് കോൺഗ്രസിൽ ചേർന്ന ഒരു വനിതാ നേതാവാണ്, പത്തനംതിട്ടയിൽ നിന്നുള്ള വനിതാ നേതാവാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. എന്തായാലും കോൺഗ്രസിൽ വന്ന ശേഷം ശ്രീനാദേവി കുഞ്ഞമ്മ ഒരു പക്ഷേ കേരളം മൊത്തത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ട് വളരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ നിലപാടുകൾ തന്നെയാണ്. ഓരോ വിഷയത്തിലും അവർക്ക് വ്യക്തമായ ശക്തമായ നിലപാടുകളുണ്ട് എന്ന് മാത്രമല്ല, ആ നിലപാടുകൾ അത് എവിടെയും തുറന്നു പറയാനുള്ള ആർജവം അവര് കാണിക്കുന്നുമുണ്ട് എന്നതാണ് അവരെ വ്യത്യസ്തയാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവര് മികച്ചൊരു വനിതാ നേതാവാണ്, കോൺഗ്രസിന് ഒരു മുതൽക്കൂട്ടാണ് ഈ ശ്രീനാദേവി കുഞ്ഞമ്മ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നടക്കുന്ന ഒരു സംസാരം. അവര് കോൺഗ്രസിലേക്ക് വന്ന ശേഷം പല യൂട്യൂബ് ചാനലുകൾക്ക് അഭിമുഖം കൊടുത്തു. അടുത്ത ദിവസം ഒരു ന്യൂസ് ചാനലിൽ അവരൊരു സംവാദത്തിൽ പങ്കെടുത്തപ്പോൾ അവിടെയൊക്കെ തന്നെ അവര് സ്വീകരിക്കുന്ന ഒരു സമീപനം, തന്റെ നിലപാടുകൾ അത് തുറന്നു പറയാൻ കാട്ടുന്ന ഒരു ആർജവം, ഒരു ധൈര്യം, അതൊക്കെ തന്നെ ഏറെ പ്രശംസിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് CPIയിൽ ആയിരിക്കുന്ന സമയത്ത് തന്നെ അവര് തന്റെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ഒക്കെ തന്നെ ചെയ്തതാണ്. ഈ വിഷയത്തില് മാധ്യമങ്ങൾ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്, അവര് അത്തരത്തിലൊരു വാർത്ത സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുകയും തനിക്ക് നേരിട്ട ദുരനുഭവം, അതായത് ഒരു ചാനലിലെ ലേഖിക വിളിച്ച് തന്നോട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും മോശം അനുഭവം ഉണ്ടായെന്ന് തങ്ങൾ അറിഞ്ഞല്ലോ, അതൊക്കെ തങ്ങളോട് പറയൂ എന്ന് ആവശ്യപ്പെട്ടു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശ്രീനാദേവി കുഞ്ഞമ്മ വെളിപ്പെടുത്തിയിരുന്നു. അങ്ങനെ ആ വിഷയത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പോലും ഒരു വ്യക്തമായ നിലപാടെടുക്കാൻ, രാഹുൽ മാങ്കൂട്ടത്തിനെ എല്ലാവരും എതിർക്കുന്ന സമയത്ത് പോലും അതിനകത്ത് ശരിയുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട് ഒരു നിലപാടെടുക്കാൻ ഒരു ആർജവം കാട്ടിയ വനിതാ നേതാവാണ് അവര്. പിന്നീട് CPI അവരെ തള്ളിപ്പറയുകയും ഒക്കെ തന്നെ ചെയ്തു. അതിനുശേഷമാണ് അവരെ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയും പിന്നീട് കോൺഗ്രസിൽ എത്തുകയും ചെയ്തത്. കോൺഗ്രസിൽ എത്തിയ ശേഷവും അടുത്തിടയ്ക്ക് അവര് ഫേസ്ബുക്ക് ലൈവിലൂടെ ഈ വിഷയത്തിൽ തന്നെ തന്റെ നിലപാട് പറയുകയും അതുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങളൊക്കെ തന്നെ നടത്തുകയും ചെയ്തു. അതിനെതിരെ
അതിജീവിതകളിൽ ഒരാള് ശ്രീദേവി കുഞ്ഞമ്മയ്ക്കെതിരെ പരാതി പോവുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്നാൽ അവര് അതിജീവിതകളെ ഏതെങ്കിലും തരത്തിൽ അധിക്ഷേപിക്കുകയൊന്നും ചെയ്തിട്ടില്ല. മറിച്ച് അതിനകത്ത് അതിജീവിതം സ്വയം അവകാശപ്പെടുന്ന ഒരു വ്യക്തി അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ചില ഇടപെടലുകൾ, ചില തെറ്റായ പ്രവണതകൾ അത് പൊതുസമൂഹത്തിന് മുന്നിൽ പറയുകയും അത്തരത്തിലുള്ള കാര്യങ്ങളെ തുറന്നു കാട്ടുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ശ്രീദേവി കുഞ്ഞമ്മ ഈ ഇന്റർവ്യൂകളിലും സംഭവത്തിലും ഒക്കെ തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള നിലപാടുകൾ, ആ ഒരു നിലപാടുകൾ പറയാനുള്ള ആർജവം, അതൊക്കെ തന്നെ അവരെ വേറിട്ട ഒരു വനിതാ നേതാവായിട്ട് മാറ്റുന്നുണ്ട്. കോൺഗ്രസിൽ അത്തരമൊരു വനിതാ നേതാവ് വന്നത് പാർട്ടിക്ക് തന്നെ ഒരു മുതൽക്കൂട്ടാണ് എന്ന് സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നുണ്ട്. അവര് നിലവിൽ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ആ ജില്ലാ പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിൽ മാത്രം അവർ ഒതുങ്ങിയാൽ പോരാ, അതിൽ കൂടുതൽ പദവികൾ അവർ അർഹിക്കുന്നുണ്ട്. അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അവർക്കൊരു സീറ്റ് നൽകണമെന്നും അവരെ അവിടെ ജയിപ്പിച്ചെടുക്കണമെന്നും UDF-ന്റെ ഒരു സർക്കാർ വന്നാൽ അവിടെ ഒരു മന്ത്രിയാക്കണം എന്നുവരെയുള്ള അഭിപ്രായങ്ങൾ പോലും ഉണ്ടാകുന്നുണ്ട്. കാരണം ഇന്നത്തെ സമൂഹത്തിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വനിതാ നേതാവാണ്, രാഷ്ട്രീയ പ്രവർത്തകയാണ് ശ്രീദേവി കുഞ്ഞമ്മ എന്നാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്. അതിനെതിരായ മറ്റൊരു പക്ഷവും ഉണ്ടാവും, അവരെ വിമർശിക്കുന്നവരും ഒക്കെ തന്നെ ഉണ്ടാകും. പക്ഷേ ശ്രീദേവി കുഞ്ഞമ്മ അവര് ഈ പറയുന്ന ലിംഗവ്യത്യാസം ഒന്നും നോക്കാതെ സത്യത്തിനൊപ്പം ശരിക്കൊപ്പം നിൽക്കുന്ന നിലപാടുകൾ, താനൊരു സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീകൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്, അവരുടെ ഭാഗത്താണ് പൂർണ്ണമായും ശരി എന്ന് പറയാൻ ശ്രീദേവി കുഞ്ഞമ്മ ഒരിക്കലും സന്നദ്ധയല്ല. ഒപ്പം പുരുഷന്മാരെല്ലാം ശരിയാണ് എന്നൊരു നിലപാടും അവർക്കല്ല. അവർ ശരിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, സത്യത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നിലപാടുകൾ പറയുന്ന, നിലപാടുകൾ സ്വീകരിക്കുന്ന, നിലപാടുകൾ ആർജവത്തോടെ തുറന്നു പറയുന്ന ഒരു സമീപനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും CPI ആയിരുന്നപ്പോൾ കിട്ടാത്ത ഒരു മൈലേജ്, ഒരു ഇമേജ് കോൺഗ്രസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ശ്രീദേവി കുഞ്ഞമ്മയ്ക്ക് ലഭിച്ചിരിക്കുന്നു. അവര് ഒരു പാൻ കേരള നേതാവായിട്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ അറിയപ്പെടുന്ന, കേരളം ഒന്നാകെ അറിയപ്പെടുന്ന ഒരു വനിതാ നേതാവായിട്ട് ശ്രീദേവി കുഞ്ഞമ്മ മാറിയിരിക്കുന്നു. CPI ആയിരുന്നപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു വനിതാ നേതാവാണ് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ഒരുപക്ഷെ കോൺഗ്രസിൽ ഇപ്പോൾ ഏറ്റവും അധികം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന, ആഘോഷിക്കപ്പെടുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വനിതാ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ശ്രീദേവി കുഞ്ഞമ്മ എന്നാണ്. അതിന് മറ്റു കാര്യങ്ങൾ ഒന്നുമല്ല, അവരുടെ നിലപാടുകൾ, ആ നിലപാടുകൾ ആർജവത്തോടെ തുറന്നു പറയാനുള്ള അവരുടെ ആ ഒരു ധൈര്യം, അതൊക്കെ തന്നെയാണ് അവരെ ഇത്തരത്തിൽ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാക്കിയിട്ട് മാറ്റിയിരിക്കുന്നത്. അത്തരത്തിലുള്ള നേതാക്കൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണം. നട്ടലില് നിവർത്തി നിന്ന് നിലപാടുകൾ പറയുന്ന വനിതാ നേതാക്കൾ, നമുക്കറിയാം പല പാർട്ടികളിലും വനിതാ നേതാക്കൾ ഉണ്ടെങ്കിൽ പോലും അവരവരുടെ നിലപാടുകൾ അവർക്കുണ്ടെങ്കിൽ പോലും അത് പുറത്തു പറയാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും ഉണ്ടാകും. പാർട്ടിയുടെ അച്ചടക്കം ഉള്ളിൽ നിൽക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ പേടിച്ചുകൊണ്ടോ ഒക്കെ തന്നെ നിലപാടുകൾ പറയാതെ പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അവിടെ വളരെ വ്യത്യസ്തമായിട്ട് ഓരോ വിഷയത്തിലും തനിക്ക് നിലപാടുകളുണ്ട്, ആ നിലപാടുകൾ ഇങ്ങനെയാണ് എന്നവര് ആർജവത്തോട് പറയുന്നു. എന്തെങ്കിലും മുഴുക്കൻ മട്ടിൽ പറയുകയല്ല, അവർ പറയുന്ന കാര്യങ്ങളിൽ ദൃഢതയുണ്ട്, വ്യക്തതയുണ്ട് എന്നതാണ് എല്ലാവരും അവരുടെ ഈ പറയുന്ന ഇന്റർവ്യൂകളാണെങ്കിലും മറ്റു സംവാദ പരിപാടികളാണെങ്കിലും അത് ആ വീഡിയോകളുടെ ഒക്കെ തന്നെ താഴെ വരുന്ന കമന്റുകൾ നോക്കിയാൽ നമുക്ക് അവർക്ക് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്തരത്തിൽ നിലപാടുകൾ പറയുന്ന ആളുകളാണ് വനിതാ നേതാക്കളിൽ. ഇത്തരത്തിൽ എങ്ങനെ ശക്തമായിട്ട് കാര്യങ്ങൾ പറയുന്ന, ദൃഢമായിട്ട്, വ്യക്തമായിട്ട്, സുവ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്ന നിലപാടുകൾ പറയുന്ന നേതാക്കൾ കേരളത്തിൽ കുറവാണ്. അവർക്കിടയിൽ വളരെ ശക്തിയായിട്ടുള്ള ഒരു നേതാവായിട്ട് ശ്രീദേവി കുഞ്ഞമ്മ വളർന്നു വരുന്നു. ആ നേതാവിനെ പാർട്ടി, കോൺഗ്രസ് പാർട്ടി, UDF ഒക്കെ തന്നെ ചേർത്തു പിടിക്കണം എന്നൊരാവശ്യമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ ഉയരുന്നത്. എന്തായാലും ശ്രീദേവി കുഞ്ഞമ്മ കോൺഗ്രസിലെ തന്നെ ഒരു വനിതാ സ്റ്റാർ, വനിതാ നേതാക്കളുടെ ഒരു നിര നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കോൺഗ്രസിൽ വനിതാ നേതാക്കളുടെ ഒരു ബാഹുല്യമൊന്നുമില്ല, ഒരു ശുഷ്കമാണ് വനിതാ നേതാക്കളുടെ ഒരു നിര എടുത്തു കഴിഞ്ഞാൽ. അവിടെ കോൺഗ്രസിന് കൂടുതൽ ഒരു അസറ്റായിട്ട് മാറാവുന്ന, മുതൽക്കൂട്ടാക്കാവുന്ന ഒരു വനിതാ നേതാവായിട്ട് ശ്രീദേവി കുഞ്ഞമ്മ ചുരുങ്ങിയ ദിവസം കൊണ്ട് കോൺഗ്രസിലെത്തി, ചുരുങ്ങിയ നിമിഷം കൊണ്ട് തന്നെ അവര് ആ നിലയിലേക്ക് വളർന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന്റെ ഒരു സ്വീകാര്യത അവർക്ക് പൊതുസമൂഹത്തിൽ ലഭിക്കുന്നുമുണ്ട്.